Hello students, we are at the end of the consolidation chapter. We have discussed almost all the aspects that is being covered, that just like issue of bonus shares, if there is unrealized profit, how it has to be treated, if there is revaluation of asset, how it has to be treated, and how the bonus issue should be if it is made from a pre-acquisition or post-acquisition profit, what is accounting treatment. Then we have also discussed about the dividend, if it is issued from pre-acquisition profit and post-acquisition profit. And we have also discussed about the if the subsidiary company holds debentures, then what is the treatment. And now it is about the disposal of shares in subsidiary company. Once the holding company acquires the shares, and then when it disposes of some of the shares in the subsidiary company, remaining it as a holding company, that is the majority of shares still exist with the holding company, the holding subsidiary relationship is not being affected, then what is the treatment that has to be done? And it is the same in case of purchase of shares also. In the sense that if it makes more purchase, how it is to be treated and how the disposal of shares. So again, purchase means there is no much issues because the proportion, again, the proportion of the distribution of capital profit and revenue profit changes. And in disposal also the proportion changes, and how the disposal has to be treated is more important. And we are moving on to that. In this video, we'll be discussing about that and a problem associated with that. So the entry for disposal of shares in subsidiary company will be cash account data with the sales proceeds of, not over, sales proceeds of shares. Then that is, എത്ര ഷെയർസ് ആണോ നമ്മൾ വിൽക്കുന്നത്, ആ വിൽക്കുന്ന ഷെയർസിന് നമുക്ക് കിട്ടുന്ന ക്യാഷ്, ജസ്റ്റ് ലൈക്ക് വെൻ യു സെൽ ഷെയർസ്. ദെൻ സർപ്ലസ് അക്കൗണ്ട് ഡേറ്റ ഇഫ് ദർ ഇസ് ലോസ് ഓൺ സെയിൽ ഓഫ്, അതായത് നമ്മൾ എക്വയർ ചെയ്തതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാവും. ആ നഷ്ടത്തിനെയാണ് നമ്മൾ സർപ്ലസിലേക്ക് ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ്, എത്രയാണോ നമ്മൾ പർച്ചേസ് പ്രൈസ് ഓഫ് ഷെയർസ്, നമ്മൾ കാണാറില്ലേ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് എത്ര പൈസയ്ക്കാണ് വാങ്ങിച്ചതെന്നുള്ളത് ഉണ്ടാവും, അത് ആണ് ക്രെഡിറ്റ് ചെയ്യുക. ആൻഡ് ടു ക്യാപിറ്റൽ റിസർവ് ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്. അപ്പം ഈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും സർപ്ലസോ ക്യാപിറ്റൽ റിസർവോ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടാണ് കൂടുതലെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിസർവിലോട്ട് മാറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ആണ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ടിനെ നമ്മൾ സർപ്ലസിലോട്ട് ഡെബിറ്റ് ചെയ്യും. ലോസ് ആണ്, അത് ഡെബിറ്റ് ചെയ്യും. ഇതേപോലെ ഇത് നമ്മൾ കൂടുതൽ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് അക്കൗണ്ട് ഡേറ്റ ടു ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മുടെ എൻട്രി വരിക. അതിനകത്ത് നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് നമ്മൾ എത്ര കാശ് എത്രയാണ് നമ്മുടെ ഫേസ് വാല്യൂ, ടു ക്യാഷ് നമ്മൾ എത്ര കാശിനാണ് വാങ്ങിച്ചത്, ആൻഡ് ദ ഡിഫറൻസ് എമൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ടു സർപ്ലസ് ഓർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. സെയിം. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല അതിനകത്ത്. പിന്നെ നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഉള്ളൊരു പ്രോബ്ലമാണ്. പക്ഷെ വലിയ രീതിയിലൊന്നും ആ ഡിസ്പോസൽ നമ്മുടെ പ്രോബ്ലത്തിനെ എഫക്റ്റ് ചെയ്യില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ടു നോ ദാറ്റ് ഇങ്ങനെ ഒരു കേസസ് ഉണ്ടാവാം. കാരണം ക്വസ്റ്റിൻ്റെ അകത്തൊരു ഡിസ്പോസൽ കണ്ടു കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ബി വറീഡ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഈസി. അപ്പോൾ ഈ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോളോയിങ് ആർ ദ ലെഡ്ജർ ബാലൻസസ് ഓഫ് ടു കമ്പനീസ് എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2019. എന്നിട്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഷെയർസ് 20 lakhും 8 lakhും ആണ്. ഓക്കെ, ഇനി നമ്മൾ എച്ച് ലിമിറ്റഡ് പർച്ചേസ് 64,000 ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് അറ്റ് ₹14 per share when reserves of the latter stood at the present figure of 2 lakh. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ റിസർവ്സിന്റെ ബാലൻസ് ഈ കാണുന്ന 2 lakh തന്നെയാണ്. ആ സമയത്ത് അവർ വാങ്ങിച്ചത് 64,000 ഷെയർസ് 14 രൂപ വെച്ച് വാങ്ങിച്ചു. ഓക്കെ, പക്ഷെ ബാലൻസ് ഷീറ്റിൽ അതല്ല കേട്ടോ ഉള്ളത്. ബാലൻസ് ഷീറ്റിൽ 48,000 ഷെയർസ് ആണുള്ളത്. അപ്പോൾ വാങ്ങിച്ചു. അതിനുശേഷം എന്ത് നടന്നു? എച്ച് ലിമിറ്റഡ് സോൾഡ് 16,000 ഷെയർസ്. ഇതാണ് ഡിസ്പോസൽ ഓഫ് ഷെയർസിന്റെ ഇഷ്യൂസ് വരാം. എച്ച് ലിമിറ്റഡ് സോൾഡ് 16,000 ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ഓൺ 31st December 2018. ഈ വാങ്ങിച്ചതിന്റെ ഡേറ്റ് നമ്മളോട് പറയണില്ല കേട്ടോ. വിറ്റത് 31st December 2018 at ₹16 per share. അപ്പോൾ 14 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നമ്മൾ
16 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, നമ്മൾ ആ ജേർണൽ എൻട്രി ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് ലാഭമാണ് ഉണ്ടാവുക, ക്യാപിറ്റൽ റിസർവ് ആണ് ഉണ്ടാവുക പെർ ഷെയർ. ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു, അത് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ടേക്കിംഗ് ഇറ്റ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് 2 കമ്പനീസ്. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ പിന്നെ ഡിസ്പോസൽ പഠിപ്പിച്ചില്ലല്ലോ വിചാരിക്കേണ്ട. ഇതിലെന്ത് വേണം, നമ്മൾ നമ്പർ ഓഫ് ഷെയർസ്, ആ പ്രൊപ്പോർഷൻ ഒന്ന് കാണാണ്. നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബിഫോർ ഡിസ്പോസൽ 64,000 ആണ്, വിറ്റത് 16,000 ആണ്, അപ്പോൾ ബാക്കി 48,000 ആണ് ഉണ്ടാവുക. ടോട്ടൽ എസിൻ്റെ അടുത്തുള്ള ഷെയർസ് 80,000 ആണ്. അപ്പോൾ ഇവരുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 3:2 ആണ് അല്ലേ. 80 48 ഒരാളുടെ കയ്യിൽ പറഞ്ഞാൽ 3/5 ആണ്. അപ്പോൾ 3:2 റേഷ്യോയിലാണ് റേഷ്യോ ഉണ്ടാവുക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഡിസ്പോസലിന് ശേഷം, ഡിസ്പോസൽ ഓഫ് അക്വിസിഷൻ ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ള പ്രപ്പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടോ ഒന്നുമുള്ള കാര്യങ്ങളില്ല. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് 2 lakh ആണ് അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 lakhനെ നമ്മൾ 3:5 റേഷ്യോയിൽ ഷെയർ ചെയ്താൽ മതി. ദെൻ 3:5 അല്ല, 3:2 റേഷ്യോയിൽ ഷെയർ ചെയ്താൽ മതി. ആൻഡ് സർപ്ലസ് ഓൾസോ വിൽ ബി ഷെയർഡ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഇതിനകത്ത് സർപ്ലസിനെ ഇതിനൊന്നും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഗുഡ്വില്ലോട്ട് പോവാണ്. ഗുഡ്വില്ലോട്ട് പോകുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഇസ് ടു ബി കാൽക്കുലേറ്റ് ഓൺ ദ ബേസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. ഇപ്പോൾ ഉള്ള കയ്യിലുള്ള ഷെയർസ്, പണ്ട് 64,000 ഉണ്ടായിരുന്നു വിചാരിച്ച് ഗുഡ്വില് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള ഷെയർസിൻ്റെ മുകളിലാണ് കാണാം. അത് വാങ്ങിച്ചാലും അതെ, വിറ്റാലും അതെ, എന്താണോ കറൻ്റ്ലി ഉള്ളത് അതിൻ്റെ മുകളിലാണ് കാണുക. അപ്പോൾ പർച്ചേസ് പ്രൈസ് 48,000 ആണ്, at ₹14 പെർ ഷെയർ ആണ് നമ്മൾ എന്താ പറയുക വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 6,72,000. പിന്നെ പെയ്ഡ് അപ്പ് വാല്യൂ 48,000, അതിൻ്റെ ശരിക്കുള്ള ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 1,92,000 ആണ്. കൂടാതെ നമുക്ക് എന്തുണ്ട്, ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 lakh into 3/5 ആണ്. അപ്പോൾ അത് 1,20,000. ഇപ്പോൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ്വിൽ എന്ന് പറയുന്നത് 72,000. ക്ലിയർ? ഇനി നമ്മൾ അപ്പോൾ ഇതിനകത്ത് വേറെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ദെൻ കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ആ ലാഭത്തിനെ നമ്മൾ പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യാത്ത പറഞ്ഞാൽ ആ ലാഭം ഓൾറെഡി ക്യാപിറ്റൽ റിസർവിലേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ പെയ്ഡ് അപ്പ് വാല്യൂ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 32,000 ഷെയർസ് ആണ് തേർഡ് പാർട്ടീൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 3,20,000 ആണ്. അതിനകത്ത് റിസർവ്സ് നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ 2/5 പോർഷൻ അവർക്കുള്ളതാണ് 80,000. പിന്നെ നമ്മുടെ സർപ്ലസിൻ്റെ അകത്തുള്ള 2/5 അവർക്കുള്ളതാണ് 40,000. അപ്പോൾ 4,40,000. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഷെയർ ക്യാപിറ്റൽ 20 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്താണ് ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ്സും സർപ്ലസും, അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു റവന്യൂ പ്രോഫിറ്റ് 1 lakhൻ്റെ 3/5 കൂടെ ആഡ് ചെയ്തതാണ് ഈ 7,60,000. പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ്. ട്രേഡ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. സൺട്രി അസറ്റ് അതും പ്രശ്നമൊന്നുമില്ല. ഗുഡ്വിൽ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഗുഡ്വിൽ എമൗണ്ട് ആണ് 72,000. ഓക്കെ. അപ്പോൾ നമുക്ക് 41,20,000 കിട്ടും. ഇത് ചെയ്ത് നോക്കാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് കാൽക്കുലേഷൻസ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ പിന്നെ ഹോൾഡിംഗ് കമ്പനിയത് 20 lakh ആണ്, അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, റിസർവ്സ് 3 lakh ആണ് ഹോൾഡിംഗ് കമ്പനിയിലുള്ളത്, സർപ്ലസ് 4 lakh ആണ്. അതിൻ്റെ കൂടെ ഈ 1 lakhൻ്റെ പിന്നെ എസ് ലിമിറ്റഡിൻ്റെ ഷെയറും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 4,60,000, അപ്പോൾ 7,60,000 കിട്ടി. ഗുഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് ശരിക്കും എന്താ പറയുക, ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഉണ്ടാവുമ്പം ആ പ്രപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിയിട്ടില്ല, അതിനെ പ്രോപ്പർലി അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ അതിനകത്ത് ചെയ്യാനുള്ളത്. അങ്ങനത്തെ പ്രോബ്ലംസ് കണ്ടില്ല ടെക്സ്റ്റിൽ. നോക്കാം. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.